ഈ വർഷത്തെ തിരുവുത്സവം മെയ് 8 കൊടികയറി മെയ് 18 രാപ്പാൾ ആറാട്ടുകടവിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് സംഗമം വേദിയിൽ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കി സ്പെഷ്യൽ പന്തലിൽ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. തിരുവുത്സവാഘോഷത്തിന്റെ നടത്തിപ്പിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംഗമേശ പ്രീതിക്കായി നാണയപ്പറ, നെൽപ്പറ, അവിൽപ്പറ, മലപ്പറ, പൂപ്പറ, അരിപ്പറ, അയമ്പറ എന്നിവ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം കിഴക്കേ നടപ്പുറയിൽ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വഴിപാടുകൾ ചെയ്യുന്നതിന് കിയോസ്ക്, ഈ കാണിക്ക മുതലായ ആധുനിക സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പരസ്പരം ഭാവയന്ത പരിസര ശുചിത്വത്തിലൂടെ പ്രകൃതിയോടൊത്ത് മുന്നേറാം. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക. പാഴ് വസ്തുക്കൾ അതിനായി നിശ്ചയിച്ച ഇടങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള ആനകളുടെ സമീപത്ത് പോവുകയോ തൊടുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് തികച്ചും ആപത്കരമാണെന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എഴുന്നള്ളിപ്പ് സമയങ്ങളിൽ ഭക്തജനങ്ങൾ ആനകളിൽ നിന്നും നിശ്ചിത ദൂരം അകലം നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എഴുന്നള്ളിപ്പ് സമയങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് യോജിക്കാത്ത രീതിയിലുള്ള ശബ്ദഘോഷങ്ങളും അഭ്യാസ പ്രകടനങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ആനകൾക്ക് നേരെ ലേസർ ലൈറ്റുകളോ മൊബൈൽ ഫ്ലാഷുകളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭക്തജനങ്ങൾ പുരീതിനി തീർത്ഥത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുകയോ നാണയങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യരുത്. ക്ഷേത്രത്തിനകത്തും പരിസരത്തും ഭക്തജനങ്ങൾ ക്ഷേത്രാചാര മര്യാദകൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ഭക്തജനങ്ങൾ തിരക്കിനിടയിൽ സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നീളം കൂടിയ ട്യൂബ് ബലൂണുകൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക്